സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. ഇന്ന് ദൈവത്തിന്റെ വിചാരം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഇതൊക്കെയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, പിതാവിനെ മഹത്വപ്പെടുത്തുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും ദൈവം അറിയുന്നു. നിന്നെ അറിയുന്ന, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന, നിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട് എന്ന് ഇന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു പക്ഷേ ലോകപ്രകാരമുള്ള പിതാക്കൾ നിങ്ങൾക്കില്ലെങ്കിലും, ലോകപ്രകാരമായ പിതാക്കൾ നിങ്ങൾക്ക് നഷ്ടമായെങ്കിലും, ഞാൻ ഇവിടെ നിന്ന് ഒരു ആലോചന, ഒരു ദൈവിക ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്, നിന്നെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ പ്രശ്നങ്ങളെ അറിയുന്ന, നിനക്ക് ആവശ്യമുള്ളതൊക്കെയും അറിയുന്ന ഒരു പിതാവുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവ് വിളിച്ചു പറയുന്നു, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് എൻ്റെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന കടന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളെ അറിയുന്ന ഒരു പിതാവുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവുണ്ട്, നിങ്ങളെ അടുത്ത് അറിയുന്ന ഒരു പിതാവുണ്ട്. ഞാൻ പറഞ്ഞ ലോകപ്രകാരം നമുക്ക് ആരുമില്ലെങ്കിലും നിന്നെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. എത്രയോ ആനന്ദകരമായ ഒരു പ്രത്യാശ നൽകുന്ന ഒരു വാക്കാണ് ഈ വാചകം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ പിതാവ്, നിങ്ങളുടെ പിതാവ്. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പിതാവ്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങക്ക് വിചാരമില്ലയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങളെ വിചാരിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു സ്വർഗസ്ഥനായ ഒരു പിതാവ്, സ്വർഗത്തിൽ ഒരു പിതാവുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. നീ പലപ്പോഴും നിന്റെ വാക്കിലൂടെ, നിന്റെ വായിലൂടെ നീ പറഞ്ഞ്, എനിക്ക് ആരുമില്ല, എന്നെ അറിയുന്ന ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാൻ നശിച്ചു പോകുന്നതിൽ ആർക്കും വിചാരമില്ല എന്ന് നീ അതിൽ പുലമ്പുമ്പോൾ, നീ അതേക്കുറിച്ച് പറയുമ്പോൾ, ഇന്ന് സ്വർഗസ്ഥനായ ഒരു ദൈവമുണ്ട്, സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്, നിന്നെ അറിയുന്ന, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്ന ഒരു സ്വർഗത്തിലെ പിതാവ്. ഹല്ലേലൂയ. എത്രയോ പ്രത്യാശ നൽകുന്ന, നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന, ഹല്ലേലൂയ, ഈ വചനത്തിനായി നന്ദിയോടെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രത്യാശ നൽകി തരുന്ന വചനമാണിത്. നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്. ആ പിതാവ് എങ്ങനെയുള്ളവനാണ്? ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവം, ഒരു സ്വർഗസ്ഥനായ പിതാവ്. ഒരു പക്ഷേ ലോകപ്രകാരമുള്ള പിതാക്കന്മാർ നമ്മുടെ ആവശ്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ, ലോകപ്രകാരമുള്ള പിതാക്കന്മാർ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മളെ അറിയുന്നവർ പോലും നമ്മുടെ ആവശ്യങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ, നിന്നെയും ടോട്ടലി നിന്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ ഒരു പിതാവ്. എത്ര പേർ വിശ്വസിക്കുന്നു?
എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്, ഹല്ലേലൂയ, എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു സ്വർഗത്തിലൊരു പിതാവുണ്ട്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കൊരു പിതാവുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ അറിയുന്ന ഒരു പിതാവുണ്ട്, നിങ്ങൾക്ക് ഒരു പിതാവുണ്ട്, ആ പിതാവിന്റെ മക്കളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ്, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 32ാമത്തെ വാക്യം, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ, ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. ഏതൊക്കെയാണ് നമുക്ക് ആവശ്യം? എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ പാപം നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് അറിഞ്ഞ് നൽകിത്തരുന്ന ഒരു പിതാവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ വക ഒക്കെയും ഏത്, അതിന്റെ മുന്നിലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം ലഭിക്കുമ്പോൾ വായിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 2-3 വാക്യങ്ങൾ മേലെ വായിക്കുമ്പോൾ സ്തോത്രം 31ാമത്തെ വാക്യം, എന്ത് ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ വിചാരമാണ് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ വിചാരം എന്ന് പറയുന്നത്. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. മനുഷ്യകുലത്തെ ആകമാനം പിടിച്ചു കുലുക്കുന്ന ഒരു വിചാരമാണിത്. എന്താണ് തിന്നുക, എന്താണ് കുടിക്കുക, എന്താണ് ഉടുക്കുക? ഹല്ലേലൂയ. ഇതല്ലേ മനുഷ്യന്റെ പ്രധാനമായ കാര്യങ്ങൾ. സ്തോത്രം. ഉണ്ണുവാനും ഉടുക്കുവാനും കുടിക്കുവാനുമുള്ള കാര്യമല്ലേ മനുഷ്യനെ ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. സ്വർഗത്തിലൊരു പിതാവുണ്ട്, നിങ്ങൾക്ക് ഈ വകയൊക്കെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, നീതിമാൻ സന്തതിയില്ലാതിരിക്കുന്നതും അവൻ ആഹാരത്തിന് വേണ്ടി ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്. അവൻ ആഹാരത്തിന് വേണ്ടി, നീതിമാൻ ആഹാരത്തിന് വേണ്ടി ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നീതിമാന്റെ സന്തതി ആഹാരത്തിന് വേണ്ടി ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നീതിമാൻ ഒരു പിതാവുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഒരു പിതാവുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു പിതാവുണ്ട്. ആ പിതാവ് നിന്നെ ഇറക്കുവാൻ സമ്മതിക്കുകയില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുമ്പിൽ പോയി കൈ നീട്ടുവാൻ എന്റെ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. സ്തോത്രം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിനക്കൊരു പിതാവുണ്ടെന്ന് നിന്ന് വിശ്വസിച്ചോ, നിനക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ടെന്ന് വിശ്വസിച്ചോ. നീ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടുവാൻ, ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് നിന്നെ അനുവദിക്കുകയില്ല. നീ നീതിമാനാണെങ്കിൽ, നീ ഈ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടുവാൻ എന്റെ ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. കാരണം ഈ വക ഒക്കെയും ദൂരത്ത് അറിയുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവുള്ളതിനാൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? എത്ര പേർക്ക് ഈ വാക്യം വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും? എനിക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്, എനിക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും മനുഷ്യന്റെ പരമപ്രധാനമായ ഒരു വിചാരമാണ്. ഹല്ലേലൂയ. നാളേക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കും, നാളേക്ക് ഞങ്ങൾ എന്താണ് കഴിക്കുക, നാളേക്ക് എന്താണ് ഞങ്ങൾ കുടിക്കുവാനുള്ളത്. മനുഷ്യന്റെ വിചാരങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ വിചാരങ്ങളുടെ ബഹുത്വം അവരെ കാർന്നു തിന്നുകയാണ്.
Praise the Lord. Hallelujah. ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങൾ എന്ത് കൊടുക്കും? ഞങ്ങൾ നാളെ എങ്ങനെ മുന്നേറും? സ്തോത്രം. Praise the Lord. ഇത് പറയുമ്പോൾ തന്നെ അനേക കുടുംബങ്ങൾ പട്ടിണിയിലും പരിതാപത്തിലുമായിരിക്കുകയാണ്. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ഓരോ ദിവസവും എങ്ങനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുൻപിലുള്ളത്. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന, നീ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ഇറക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ഇറന്നുകൊണ്ടിരുന്ന ചിലർക്ക് ജീവിതം കൊടുത്തവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. മറ്റ് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കുരുടനായ ഒരു മനുഷ്യൻ, അവൻ റോഡിന്റെ അരികൾ വഴിവക്കത്ത് ഇറന്നുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. ഇറന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കൊടുത്താലേ അവന്റെ ജീവിതം മുൻപോട്ട് പോകുകയുള്ളൂ. മറ്റുള്ളവർ കൊടുത്തെങ്കിലേ അവന് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. സ്വന്തമായി ജീവിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, കുരുടനായ ഒരു മനുഷ്യൻ. നിങ്ങൾക്ക് വേദഭാഗം അറിയാം, സുവിശേഷങ്ങളിൽ നമ്മൾ അത് വായിക്കുന്നു. കുരുടനായ ഒരു മനുഷ്യൻ, അവൻ ഇറന്നുകൊണ്ട് ഹല്ലേലൂയ. അവൻ മറ്റുള്ളവരെ ആശ്രയം തേടുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. ഒരു ലക്ഷ്യമില്ലാതെ കൈ നീട്ടുകയാണ്. കാരണം തന്റെ ജീവിതം മുന്നേറണം, തന്റെ കുടുംബത്തെ മുന്നേറ്റണം. ഹല്ലേലൂയ. തന്റെ കുടുംബത്തെ, തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ ഇറക്കുന്ന അനുഭവം. പക്ഷേ ഒരു നാൾ യേശുവിനെ കുറിച്ച് അവൻ കേട്ടു. ഒരു നാൾ യേശു അവന്റെ മുൻപിലൂടെ കടന്നുപോയി. ആ തക്കം അവൻ ഉപയോഗിച്ചു, ആ സാഹചര്യം അവൻ ഉപയോഗിച്ചു. യേശു തന്റെ മുൻപിലൂടെ കടന്നുപോയപ്പോൾ യേശുവേനോട് മനസ്സരണമേ, യേശുവേനോട് കരുണയുണ്ടാകണമെന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവന്റെ ഇറക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം അവനെ വിടിവിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, ഇറക്കുവാൻ ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുവാൻ ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. നീതിമാൻ ആഹാരത്തിന് വേണ്ടി ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ദൈവം ഇറക്കുവാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നവനാണ്. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഈ വക ഒക്കെയും നിനക്ക് ആവശ്യമാണെന്ന് അറിയുന്ന സ്വർഗത്തിലെ ഒരു പിതാവ്. ആമേൻ. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ, എനിക്കൊരു പിതാവുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന സ്വർഗത്തിലെ ഒരു പിതാവ്, എൻ്റെ ആവശ്യങ്ങൾ കാണുന്ന സ്വർഗത്തിലെ ഒരു പിതാവ്. നീ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾക്കൊരു പിതാവുണ്ട്. നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് നിങ്ങളെ ഇറക്കുവാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ.